ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറ ബച്ചിയുടെ ചാപ്റ്റർ 12 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അത് വലിയൊരു സപ്പോർട്ടായിരിക്കും. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയങ്ങൾ നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. സോ ഇപ്പൊ കണ്ണാടി വെച്ച് നമ്മുടെ മന്ത്രവാദി പറയുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ പ്ലാൻ. സോജോ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അതൊരുപാട് വൈകിക്കാൻ പാടില്ല എന്നാ പോണിറ്റെയിൽ വെച്ച പെൺകുട്ടി പറയുന്നു. ആ പരനാറി അങ്ങനെ മൊത്തമായിട്ട് ഇവിടെ നാവിയായിട്ട് പോയിട്ടൊന്നുമില്ല എന്ന് മുഖംമൂടി വെച്ച മന്ത്രവാദി പറയുന്നുണ്ട്. ആ മാസ്ക് വെച്ച ആള് പറയുന്നുണ്ട് സോജോ ഇപ്പോഴും അവന്റെ ബിസിനസ് മുറക്കി ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഒരു മൂവിന് സമയമാകുമ്പോൾ നിന്നെ ഞങ്ങൾ ഫോൺ വിളിച്ച് അറിയിക്കാമെന്ന് ചിഹിരോയോട് പറഞ്ഞിട്ട് ഈ കമുനാബി ടീം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ ചിഹിരോയ്ക്ക് ബോധം വന്നിട്ട് 49 മണിക്കൂറുകൾ കഴിഞ്ഞു. ഷിബയാണെങ്കിൽ ചിഹിരോയോട് വേദന എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നു. ഇപ്പോഴും വേദനയൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ദേഹം അനക്കാൻ പറ്റുന്നുണ്ട്. ഇടത്തെ കൈക്ക് ആകെ പണി കിട്ടിയിരിക്കുക. ഷിബ ചിന്തിക്കുന്നുണ്ട് സോജോയെ വെട്ടി വീഴ്ത്താനുള്ളത്ര കലി ചിഹിരോയ്ക്ക് ഇപ്പോൾ ഉള്ളിലുണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ ഭയങ്കര ഫ്രസ്ട്രേഷൻ അവനിപ്പോ ഉണ്ട്. പക്ഷെ ആ പകയും ദേഷ്യവും ഒക്കെ ഉള്ളിൽ വെച്ചിട്ട് അവർ റാൻഡമായിട്ടൊരു തീരുമാനം എടുക്കുന്നില്ല. പകരം അവനെ കൊണ്ട് ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ചിട്ട് അതില് അവന്റെ പ്രിൻസിപ്പിൾസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനായിട്ടാണ് അവൻ ശ്രമിക്കുന്നത്. ഷിബയാണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഷിബയ്ക്കും അസാമിക്കും പിന്നെ റോക്കുഹിരയ്ക്കും 18 വയസ്സുള്ളപ്പോഴത്തെ അവരുടെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് ചിഹിരോയെ നോക്കിയിട്ട് പറയുന്നുണ്ട് യു ആർ എ പ്രോഡിജി എന്ന്. അതായത് ഇപ്പൊ പെട്ടെന്ന് മേശപ്പുറത്തുള്ള ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടുമ്പോൾ കമുനാബി അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അവരായിരിക്കാം. നമ്മളിപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന വലിയൊരു ബിൽഡിംഗ് കാണിക്കുന്നുണ്ട്. അതിന്റെ മുന്നിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ ഗാർഡ്സ് ഒക്കെ ഉണ്ട്. അകത്ത് ഒരു ടേബിളിന് ചുറ്റും 4 ഗാർഡ്സ് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ അതിലൊരുത്തം പറയുന്നുണ്ട് ഞാൻ പോയി ഒന്ന് മുള്ളിയേച്ചും വരാമെന്ന്. ഓ, വരണമെന്നില്ല. ഇപ്പൊ അവന്മാരിലൊരുത്തം പറയുന്നുണ്ട് ഇവൻ പറഞ്ഞത് സത്യം തന്നെ, ഇവിടെ ഗാർഡ്സിന്റെ ഒന്നും ആവശ്യമില്ല. അതെ, ഇങ്ങോട്ടൊന്നും ആരും വരാൻ പോകുന്നില്ല എന്നൊരുത്തം പറയുന്നുണ്ട്. സത്യം, ഏതോ ഒരു കൊച്ചിനെ വെച്ച് എന്തോ ഒരു റിസർച്ച് പരിപാടിയല്ലേ ഇവിടെ ആകെ ചെയ്യുന്നതെന്ന് മറ്റവൻ പറയുന്നു. സോ അപ്പൊ ഇവിടെയാണ് ഷാർ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്തിനാണ് ഇത്രയും മാത്രം മന്ത്രവാദികളായിട്ടുള്ള ഗാർഡ്സിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്ന് ഈ കസേരയിൽ ഇരിക്കുന്നവന്മാർ പരസ്പരം ചോദിക്കുന്നുണ്ട്. ആ സോജോ ആണെങ്കിൽ ബോഡി ഗാർഡ്സ് ഒന്നും ഇല്ലാതെയാണ് ചുറ്റിത്തിരിയുന്നതെന്ന് ഒരുത്തം പറയുന്നു. പുള്ളിക്കാരൻ ഭയങ്കര ടെറർ അല്ലേ, ദേ ഇന്നും ഗാർഡ്സിനെ ഒന്നും വിളിക്കാതെ ഒറ്റയ്ക്കാ പോയിരിക്കുന്നത്. ഇന്ന് പുള്ളി എങ്ങോട്ടേക്കാ പോയെ? ഇനിയിപ്പോ നമ്മളെ സോജോ ഉള്ള സ്ഥലമാണ് കാണിക്കാൻ പോകുന്നത്. ചിക്കൻ കീപ്പേഴ്സ് ബാത്ത്, അതായത് ഒരു ബാത്ത് ഹൗസ് ആണ്. അവിടെ അപ്പോൾ ഈ മെൻസിന്റെ സെക്ഷനിലേക്ക് ഒരു കോട്ടിട്ട ആളും പിന്നെ 2 മന്ത്രവാദികളും കയറി പോകുന്നുണ്ട്. ഇപ്പൊ അകത്ത് ടബിൽ ഇങ്ങനെ കുളിച്ചോണ്ട് കിടക്കുകയാണ് സോജോ. ഇവനാണെങ്കിൽ ചിഹിരോയെ പറ്റിയാണ് ഈ ചിന്തിക്കുന്നത്. ഓ, അവൻ റോക്കുഹിരയുടെ മകനാണോ? അപ്പോ റോക്കുഹിരയ്ക്ക് ഒരു മകനുണ്ടെന്ന് ഞാൻ എങ്ങും കേട്ടിട്ടില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ വായിച്ച ബുക്കുകളിലെങ്ങും യുദ്ധത്തിന് ശേഷമുള്ള റോക്കുഹിരയുടെ ജീവിതത്തെ പറ്റി പറഞ്ഞിട്ടില്ല. ഈ ചെറുക്കനെ കണ്ടിട്ടാണെങ്കിലും കറക്റ്റ് 10-18 വയസ്സേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ എൻചാന്റഡ് ബ്ലേഡ്സിന്റെ പവേഴ്സിനെ പറ്റി അവന് നല്ല ബോധമുണ്ട്. അതൊന്നും ഒരു ബുക്കുകളിലും പറഞ്ഞിട്ടില്ലല്ലോ. അതുമാത്രമല്ല അവന്റെ കയ്യിലിരിക്കുന്നതാകട്ടെ ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത, ഈ ബുക്കുകളിലൊന്നും പറഞ്ഞിട്ടില്ലാത്ത ഒരു എൻചാന്റഡ് ബ്ലേഡും. സോ ഈ തെളിവുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ അവൻ അങ്ങേറ്റ മോനാകാൻ നല്ല സാധ്യതയുണ്ട്. ഈവിളായിട്ടുള്ള ആൾക്കാരെ ഡിസ്ട്രോയ് ചെയ്തിട്ട് വീക്കായിട്ടുള്ള പാവ മനുഷ്യരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ആ വാള് കയ്യിൽ പിടിച്ചിരിക്കുന്ന ആളുടെ ഡ്യൂട്ടി എന്ന് മുൻപ് ചിഹിരോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിപ്പോ പെട്ടെന്ന് സോജോയുടെ മനസ്സിലേക്ക് വരുന്നു. ഇപ്പൊ ഈ സോജോയുടെ മനസ്സിലുള്ള റോക്കുഹിര അങ്ങനെ ഒരാളല്ലല്ലോ. ഉടനെ ഇപ്പൊ സോജോ പറയുന്നുണ്ട് ഇമ്പോസിബിൾ എന്ന്. അതായത് ഈ ചിഹിരോ പുള്ളിയുടെ മകനാകാൻ ഒരു സാധ്യതയില്ല എന്ന്. ഇപ്പൊ ആ ബാത്ത് ഹൗസിലേക്ക് കയറി വന്ന കോട്ടിട്ട ആളവിടെ നിപ്പുണ്ട്. അയാളിപ്പോ ഒരു പെട്ടി താഴത്തേക്ക് ഇട്ടിട്ട് പറയുന്നുണ്ട് എനിക്കും അത് തന്നെ പറയാനുള്ളതെന്ന്. ആരാ അവിടെ? ഓ, താനായിരുന്നോ? ഇപ്പൊ സോജോ ചോദിക്കുന്നുണ്ട്. ഇപ്പോ സോജോ കഴിഞ്ഞൊരു ദിവസം ഇയാളെ ഏൽപ്പിച്ച ഒരു പ്രോഡക്റ്റ്, അതാണ് ആ പെട്ടിയിൽ. അത് തിരിച്ചേൽപ്പിക്കാനാണ് ഇയാൾ വന്നത്. ഇപ്പൊ ഈ സാധനം തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ താൻ തന്നെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് സോജോ ഇയാളോട് ചോദിക്കുന്നു. ഇപ്പൊ ഇയാൾ പറയുന്നുണ്ട് അതായിരുന്നല്ലോ നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ്. അത് മാത്രമല്ല ഈ കല്ല് ട്രേസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് താൻ പറഞ്ഞിരുന്നല്ലോ. എന്നെ അങ്ങനെ ആരും ട്രാക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതപ്പോ ആ ഡാറ്റൻസക്കി എന്ന് പറഞ്ഞ മിനറലാണ് ഗൈസ്. ഇപ്പോ കൊണ്ടുപോയ കാര്യം നടന്നോ? അതായത് ഈ കല്ല് വെച്ച് നീ നിന്റെ ശത്രുക്കളുടെ ഗ്രൂപ്പിനെ തകർത്തോ എന്ന് സോജോ ഇവനോട് ചോദിക്കുന്നു. ഇപ്പൊ ഇയാൾ പറയുന്നുണ്ട് അതൊക്കെ സിമ്പിൾ ആയിട്ട് നടന്നു, നീ ചെയ്തു തന്ന ഈ ഹെൽപ്പിന് ഒരുപാട് നന്ദി. പക്ഷെ പ്രധാന പ്രശ്നം ആരംഭിച്ചത് അതിന് ശേഷമാണ്. ഇതുപയോഗിച്ച ഞങ്ങളുടെ മെയിൻ മന്ത്രവാദിയുടെ ശരീരം ചിതറിപ്പോയി. ആ സംഭവം നമ്മുടെ ഡീലിന്റെ ഭാഗമായിരുന്നില്ലല്ലോ സോജോ. അവൻ ഞങ്ങളുടെ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. അവന്റെ നഷ്ടം അത് നീ എങ്ങനെ നികത്താനാ ഉദ്ദേശിക്കുന്നത്? സോജോ ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട് അത് ഡീലിന്റെ ഭാഗമായിരുന്നെന്നേ. ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്താ, ആ കല്ലിന് എൻചാന്റഡ് ബ്ലേഡ്സിന്റെ സെയിം പവർ ആണുള്ളത്. ആൻഡ് ദാറ്റ് ഇറ്റ് വുഡ് ബ്ലോ യു അവേ. ഇപ്പൊ ഈ പ്രയോഗം സാധാരണ ഉപയോഗിക്കുന്നത് നിങ്ങളെ ആ കാര്യം ഇംപ്രസ് ചെയ്യിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ സോജോ ഇവിടെ ലിറ്ററൽ മീനിങ് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇറ്റ് വുഡ് ബ്ലോ യു അവേ, അത് നിങ്ങളെ പൊട്ടിച്ചിതറിക്കും. എന്നാ അങ്ങനെ തന്നെ ആവട്ടെ, നിന്റെ എക്സ്ക്യൂസ് കേൾക്കാനല്ലടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞ്
ഇങ്ങേരിപ്പോൾ ആ 2 മന്ത്രവാദികളെ സോജോയ്ക്ക് നേരെ വിടുന്നുണ്ട്. അവിടെ എന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ആ ബാത്ത് ഹൗസ് നടത്തുന്ന അമ്മൂമ്മയാണെങ്കിൽ ഇപ്പൊ അതൊന്നും മൈൻഡ് ആക്കാതെ ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അകത്തിപ്പോ എല്ലാത്തിനെയും സോജോ കൊന്ന് തള്ളിയിട്ടുണ്ട്. ഭിത്തിയിലെല്ലാം ചോര, ആ ടബിലെ വെള്ളമാണെങ്കിൽ ചോരപ്പുഴ. സോ ഇപ്പോഴും ഡാറ്റൻസെക്കിയെ കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യം ശരിയായിട്ട് നടക്കുന്നില്ല എന്ന് സോജോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അത് ടെസ്റ്റ് അടിക്കാനാണ് ഇങ്ങനെ ഓരോരുത്തന്മാരുടെ കൊടുത്തു വിടുന്നത്. അവന്മാര് പൊട്ടിത്തെറിച്ച് എത്താ സോജോയ്ക്ക് എന്താ. തിയറിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ എന്താണ് മിസ്സിങ്? ഇപ്പോൾ ചിഹിരോ ആ ഫൈറ്റിനിടയ്ക്ക് വെച്ച് എൻചാന്റഡ് ബ്ലേഡ്സിനെ പറ്റി ഒരു ചുക്കും അറിയാത്തത് നിനക്കാണെന്ന് സോജോ എടുത്ത് പറഞ്ഞിരുന്നല്ലോ. അതവൻ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ സോജോ ഇങ്ങനെ ഡ്രയർ വെച്ച് മുടി ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ ചിന്തിക്കുന്നുണ്ട് എൻചാന്റഡ് ബ്ലേഡ്സിനെ പറ്റി കാര്യമായ വിവരമില്ലാത്തതാണ് പ്രശ്നം. ഇപ്പൊ ഇവൻ ആ ബാത്ത് ഹൗസ് നടത്തുന്ന തള്ളയോട് ചോദിക്കുന്നുണ്ട്, ഹേ ഗ്രാനി, നിങ്ങൾ പോലീസുകാരെയൊക്കെ വിളിച്ചല്ലോ അല്ലേ എന്ന്. എനിക്കെന്തായാലും അവനുമായിട്ട് ഇനിയും ഫൈറ്റ് ചെയ്യണം. പ്രത്യേകിച്ചും അവൻ കുനിഷിക റോക്കുഹിരയുടെ മകനാണെങ്കിൽ എന്റെ സ്കിൽസ് എന്താണെന്ന് എനിക്ക് അവനെ അടുത്ത തവണ കാണിച്ചു കൊടുക്കണം. പക്ഷെ അങ്ങനെ നടക്കണമെങ്കിൽ ആദ്യം ഇപ്പൊ ഇവിടെ വെച്ചൊന്ന് പോസ് ആക്കിയിട്ട് ആ സോജോ ഇങ്ങനെ ഗ്രാനിയെ നോക്കുന്നുണ്ട്. എന്താ വേണ്ടതെന്ന് അവർ ചോദിക്കുന്നു. ഞാൻ കുളിക്കാൻ നേരത്തെ ഇവിടെ മാറ്റി വെച്ച എന്റെ വേണ്ടപ്പെട്ട സാധനങ്ങൾ അതിങ്ങെടുത്ത് താന്ന് സോജോ ഇവരോട് പറയുന്നു. ഇപ്പൊ ഇവരാണെങ്കിൽ അയ്യോ സോറി ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിരിക്കുന്ന ക്ലൗഡ് ഗോജർ എടുത്ത് സോജോയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഇപ്പൊ സോജോ ആ മുൻപ് ആലോചിച്ചതിന്റെ ബാക്കി ആലോചിക്കുകയാണ്. അങ്ങനെ ചിഹിരോയെ ഔട്ട് സ്മാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ബ്ലേഡിനെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്ന്. ഇപ്പൊ അവിടുന്ന് ഇറങ്ങി ചെരുപ്പൊക്കെ എടുത്തിട്ടിട്ട് കതവ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തോ കണ്ടിട്ട് സോജോ ഇങ്ങനെ പറയുന്നുണ്ട്, നല്ലൊരു വാമപ്പിനുള്ള കോളൊത്തിട്ടുണ്ടല്ലോ. ഇപ്പൊ റൂഫ് ടോപ്പിൽ ആരോ നിപ്പുണ്ട്, ഒരു കാല് നമുക്ക് കാണാം. ഇപ്പൊ അവരെ നോക്കിയിട്ട് സോജോ പറയുന്നുണ്ട്, ഫാൻറ്റംസ്. സെയ്റ്റേ യുദ്ധത്തിന് മുമ്പ് ജപ്പാനിലെ മന്ത്രവാദികളൊക്കെ ഫാൻറ്റംസ് ആയിരുന്നു. അതായത് കെട്ടുകഥകളിൽ മാത്രം നമ്മൾ കേട്ടിട്ടുള്ള മായാരൂപികൾ. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ യഥാർത്ഥത്തിലുണ്ടെന്ന് ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പുറം ലോകവുമായി അധികം ബന്ധം പാടില്ല എന്നുള്ള മന്ത്രവാദികൾക്കിടയിലെ അലിഖിത നിയമം കാരണമായിരുന്നു ഇത്. പക്ഷേ സെയ്റ്റേ യുദ്ധത്തിന് ശേഷം കഥ മാറി. മന്ത്രവാദികളുടെ ആക്ടിവിറ്റീസ് എല്ലാം പുറം ലോകത്തിന് എക്സ്പോസ്ഡ് ആയി. അതിനുശേഷം രഹസ്യമായി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മന്ത്രവാദികളിൽ ഒരു വലിയ പക്ഷം ആളുകൾ പുറം ലോകത്തേക്ക് ഇറങ്ങി അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഇത്രയധികം മന്ത്രവാദികൾ ഇപ്പോൾ പുറത്തുണ്ടായിട്ടും നമ്മുടെ രാജ്യം നശിക്കാത്തതിന്റെ കാരണം അവരെ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ കമുനാബി ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മളെ കാണിക്കുന്നുണ്ട് ആ റൂഫ് ടോപ്പിൽ നിൽക്കുന്നത് കമുനാബി സ്പെഷ്യൽ ഫോഴ്സിലെ ടീംസ് ആണ്. അത് നല്ല കിടലിനൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നല്ലോടാ നീ ഞങ്ങൾക്ക് തന്നത്. ഇപ്പൊ ഈ നെടുനീളൻ സ്പീച്ചിന്റെ അർത്ഥം എന്താ? ഞങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ നീ തയ്യാറാണെന്നാണോ? സോ ഗൈസ്, അപ്പൊ കമുനാബിയിലെ ഈ കണ്ണാടി വെച്ച പുള്ളിയുടെ പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ആന്റി ക്ലൗഡ് ഗോജർ സ്പെഷ്യൽ ഫോഴ്സിന്റെ കമാൻഡറാണ് ഇക്കുറ്റോ ഹാഗിവര. ഇപ്പോ ഇക്കുറ്റോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവൻ നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നല്ലോ, ഞങ്ങൾക്ക് വേണ്ടി ഇവൻ കാത്തിരിക്കുകയായിരുന്നു. ഇവന്റെ ക്യാരക്ടർ തീരെ പിടികിട്ടുന്നില്ലല്ലോ. എന്തായാലും ഇവനെ ഇപ്പൊ അങ്ങ് ഫൈറ്റ് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചിഹിരോയ്ക്ക് കൂടുതൽ എളുപ്പമാവും. ഇപ്പോ സോജോ ആണെങ്കിൽ ഇക്കുറ്റോയോട് പറയുന്നുണ്ട്, ഞാൻ വാമപ്പായി നിൽക്കുകയാണ്, ഞാൻ ഫൈറ്റിന് തയ്യാറാണെന്ന്. എന്നിട്ട് അവൻ ക്ലൗഡ് ഗോജർ ഇങ്ങനെ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മളെ ഷാറിനെ വെച്ചിരിക്കുന്ന ബിൽഡിംഗ് ആണ് കാണിക്കുന്നത്. ഇപ്പൊ ആ 3 സെക്യൂരിറ്റി ഗാർഡ്സ് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അതിലൊരുത്തൻ ചോദിക്കുന്നുണ്ട്, ആ മുള്ളാൻ പോയവൻ ഇതുവരെ വന്നില്ലല്ലോ, അവൻ ഇതുവരെ ഒഴിച്ചു കഴിഞ്ഞില്ലേ എന്ന്. എന്താ ഇത്രയും താമസിക്കുന്നതെന്ന് വേറൊരുത്തൻ ചോദിക്കുന്നു. അവൻ അങ്ങോട്ട് പോയപ്പോ നീ പറഞ്ഞിരുന്നില്ല ഇനിയും തിരിച്ചു വരണമെന്നില്ലെന്ന്, ഇനി അതുകൊണ്ടാണോ? പോടാ അവിടുന്ന്, അത് തമാശയ്ക്ക് പറഞ്ഞതല്ലേ, അതാരെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കൂ? അല്ല, ഇതെന്തായി പോന്നേ? ഒരു ഗോൾഡ് ഫിഷ് അല്ലേ പോകുന്നത്? ഇപ്പൊ ആ ഗോൾഡ് ഫിഷ് ഇങ്ങനെ ചോരയിൽ കുളിച്ച് തറയെ കിടക്കുന്ന ഒരുത്തന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ അവന്മാര് നോക്കുമ്പോ ദൂരെ അവിടെ മാറി ഒരാൾ നിൽക്കുന്നു. നമുക്കത് കാണുമ്പോ തന്നെ അറിയാമല്ലോ ചിഹിരോയാണ്. ആ മുള്ളാൻ പോയവനെ അവിടെ വെട്ടിക്കൊന്നിട്ടിട്ടുണ്ട്. ഇവന്മാര് 3 ആണെങ്കിൽ ഇങ്ങനെ അമ്പരന്ന് നോക്കിയിരിക്കുന്നു. അതിലൊരുത്തന്റെ ഫോൺ റിങ് ചെയ്യുന്ന ഇപ്പൊ കാണിക്കുന്നുണ്ട്. അവനിപ്പോ ഫോൺ എടുക്കുന്നുണ്ട്. ഇപ്പൊ അപ്പുറത്തുനിന്ന് ചോദിക്കുന്നുണ്ട്, അവിടെ എങ്ങനെ പോകുന്നടാ കാര്യങ്ങളൊക്കെ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ഇവൻ ചോദിക്കുന്നു. ഈ കാടിന് നടുക്ക് കിടക്കുന്ന കെട്ടിടത്തിൽ കാവല് നിന്ന് ബോറടിച്ചടാ, അതുകൊണ്ട് വിളിച്ചതാന്ന് മറ്റവൻ പറയുന്നുണ്ട്. സോ ഈ വിളിച്ചവന് ഇതേ ബിൽഡിംഗിൽ തന്നെ ഏതോ സൈഡിൽ കാവല് നിൽക്കുന്നവനാണ്. ശരി, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാമെന്ന് ഇവൻ പറയുന്നു. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മറ്റവൻ ചോദിക്കുന്നു. ഒന്നുമില്ല, ചെറിയൊരു വയറുവേദന, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ ഫോൺ ഇപ്പൊ കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോ കാണാം അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന 2 അവന്മാരെ ചിഹിരോ തട്ടി. ഇവനാണെങ്കിൽ ചിഹിരോയുടെ മുന്നിൽ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. നിനക്ക് എന്താ എന്റെ അടുത്തൊന്നും വേണ്ടേ എന്നിവൻ ചിഹിരോ എടുത്ത് ചോദിക്കുന്നിടത്ത് നമ്മുടെ ചാപ്റ്റർ എൻഡ് ആവുകയാണ്. സോ ഗൈസ്, അപ്പോൾ പറഞ്ഞൊന്നും മറക്കണ്ട, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ഹൈപ്പും ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കുക. അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.